ഈ കഴിഞ്ഞ കോമിക്കോൺ നടക്കുന്ന ടൈമിൽ ലാറ്റ്വീരിയൻ വിച്ചസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാർവൽ അവരുടെ തന്നെ പാനലിൽ നമ്മുടെ ഡോക്ടർ ഡൂമിനെ പോലെ തന്നെ ഡ്രസ്സ് ഇട്ടുള്ള കുറച്ച് ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ റിവീൽ ചെയ്തിട്ടുണ്ടാവും. ഓറഞ്ച്, പച്ച, പർപ്പിൾ എന്നുള്ള കളറിലൊക്കെ. അങ്ങനെ അതിനുശേഷം ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. പെർപ്പിൾ നമ്മുടെ ക്ലിയ ആണ്, ആ റെഡ് പോലത്തെ സാധനം നമ്മുടെ സ്കാർലറ്റ് വിച്ച് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മുടെ ഈ ഡോക്ടർ ഡൂം അല്ല അപ്പിയർ ആയിട്ടുള്ളത്, അതിന് പകരം ഈ ലാറ്റ്വീരിയൻ വിച്ചസിലെ ഒരാളാണെന്ന് പറഞ്ഞിട്ടും ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു. കാരണം ആ ലാറ്റ്വീരിയൻ വിച്ചസിൻ്റെ ആ മാസ്കും ആ ഫെൻറ്റാസ്റ്റിക് ഫോറിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കാണിച്ചിട്ടുള്ള മാസ്കും ഏതാണ്ട് സിമിലർ ആണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ ഒരു ക്യാരക്ടറും കൂടി റിവീൽ ചെയ്തിരിക്കുകയാണ്, ബോറിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ. ഈ ഒരു ക്യാരക്ടർ നമ്മുടെ ആ ലാറ്റ്വീരിയൻ വിച്ചസിൻ്റെ ഒക്കെ ഒരു ലീഡറിനെ പോലെ, അതായത് ഡൂമിൻ്റെ അടിയിൽ വരുന്ന ആ ലാറ്റ്വീരിയൻ വിച്ചസിൻ്റെ ഒക്കെ ഒരു ലീഡറിനെ പോലെയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ലീക്സ് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, ആരായിരിക്കും ആ ക്യാരക്ടർ? ഇപ്പോൾ ഈ മൊത്തം ഫാൻഡത്തിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും ഒരു 90-70% കൺഫേം ചെയ്തിട്ടുള്ളത് ആ ക്യാരക്ടർ വേറെ ആരുമല്ല നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ആണെന്നാണ്. അതായത് മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്സിൽ ഒരു ഇൻക്വേഷൻ കോസായെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്ലിയ വിളിച്ചുകൊണ്ട് ആ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ പോയ പുള്ളിയാണ്. പിന്നെ പുള്ളിനെ കുറിച്ച് ഒരു അഡ്രസ്സും ഇല്ല. അങ്ങനെ പോയിട്ടുള്ള നമ്മുടെ ഈ ക്ലിയയും ഡോക്ടർ സ്ട്രേഞ്ചും ഡോക്ടർ ഡൂമിനെ മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഈ ഇൻക്വേഷനൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡൂമിനെ പറ്റുള്ളൂ എന്നുള്ള രീതിക്ക് ഡൂം ചിലപ്പോൾ കൺവിൻസ് ചെയ്തിട്ട് അങ്ങനെ ഡൂമിൻ്റെ ഒരു റൈറ്റ് ഹാൻഡ് മാനായിട്ട് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് മാറിയിട്ടുണ്ടാവും എന്നൊക്കെയുള്ള രീതിക്കാണ് ഇപ്പോൾ റിപ്പോർട്ട്സൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതൊക്കെ വല്ലതും നടക്കുമോ? ഈ പറയുന്നതിലൊക്കെ വല്ല സത്യമുണ്ടോ? ആക്ച്വലി ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ വേണ്ടി ഒരു 90% ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ആ ബോറിസിൻ്റെ ആ ലീക്കായിട്ടുള്ള ആ ഔട്ട്ഫിറ്റും ആ സംഭവങ്ങളൊക്കെ നോക്കിയാൽ തന്നെ കാണാൻ വേണ്ടി പറ്റും. ഇതിനു മുമ്പ് നമ്മൾ ആ ഡോക്ടർ സ്ട്രേഞ്ച് കാമറ താജിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ആൾക്കാരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന ആ സെയിം ഔട്ട്ഫിറ്റിലാണ് ഈ ക്യാരക്ടറിൻ്റെ പോസ്റ്റർ വന്നിരിക്കുന്നത്. ഈ ഒരു ക്യാരക്ടറിൻ്റെ ഈ സാധനം വന്നിട്ടുള്ളത്. അത് അപ്പം തന്നെ മനസ്സിലായി ആ ഒരു ക്യാരക്ടർ എന്തായാലും ഒരു സോസറാണ്. ഇനി അത് സോസറാണോ സോസർ സുപ്രീം ആണോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു വേണം അറിയാൻ വേണ്ടിയിട്ട്. ഇനി അത് ഡോക്ടർ സ്ട്രേഞ്ച് തന്നെ ആവാൻ വേണ്ടി പോവാണെന്നുള്ളത്, ഐ മീൻ ഇത്രയും കൺഫേംഡ് ആയിട്ട് എല്ലാവരും ഇങ്ങനെ പറയാൻ വേണ്ടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻലി 2 കോമിക്കാണ് ഇവർ ഈ പടത്തിന് വേണ്ടി ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അതായത് ടൈം റൺസ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമിക്കും പിന്നെ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് എന്ന് പറഞ്ഞിട്ടുള്ള 2015 ഇറങ്ങിയിട്ടുള്ള ഒരു കോമിക്കും. അങ്ങനെ ആ 2015 ഇറങ്ങിയിട്ടുള്ള സീക്രട്ട് വാർസ് കോമിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സീക്രട്ട് വാർസ് പടം വരാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ചില ഭാഗങ്ങൾ എടുത്തിട്ടാണ് ഈ ഡൂംസ്ഡേ എന്നുള്ള പടം ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ എൻഡിൽ അങ്ങനെ ആയിരിക്കും. പക്ഷേ മെയിനായിട്ട് ടൈം റൺസ് ഔട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമിക്കും കൂടി ഉണ്ട്. അതായത് ഈ സീക്രട്ട് വാർസിലേക്ക് എത്തുന്നതിന് മുമ്പേ എന്തൊക്കെ ഇൻകേഷൻസ് ഒക്കെയാണ് നടക്കുന്നത്, ആ ഇൻകേഷൻസൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ അവഞ്ചേഴ്സും ഈ യൂണിവേഴ്സിലും മൾട്ടിവേഴ്സിലുള്ള ക്യാരക്ടേഴ്സൊക്കെ എന്തൊക്കെ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു കോമിക്ക്. സോ ആ ഒരു ടൈം റൺസ് ഔട്ടിൻ്റെ ബേസിലായിരിക്കും ഈ ഡൂംസ്ഡേയും വരാൻ വേണ്ടി പോകുന്നത്. കാരണം അതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഇൻകേഷൻസിനെയൊക്കെ നമ്മളെ ഹീറോസ് എങ്ങനെ തടയുന്നുള്ള രീതിക്കായിരിക്കും സ്റ്റോറി പോകാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ആ ടൈം റൺസ് ഔട്ടിൽ നമ്മുടെ ഈ ബിയോണ്ടേഴ്സാണ് ഈ എല്ലാ അൽക്കുലത്തെ പരിപാടിയൊക്കെ ഒപ്പിക്കുന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ബിയോണ്ടേഴ്സിനെ തപ്പി ഇറങ്ങുന്ന മെയിനായിട്ടുള്ള 3 പേരാണ്. ഒന്ന്, ഇതൊക്കെ ഈ ബോംബ് പോലത്തെ സാധനം പൊട്ടിച്ചെതറി നശിക്കാൻ വേണ്ടി പോകുന്നത് മോളിക്യൂൾ മാൻ കാരണമാണെന്ന് പറഞ്ഞിട്ട് മോളിക്യൂൾ മാനും, പിന്നെ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചും ഡോക്ടർ ഡൂമുമാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇവരെല്ലാവരും കൂടി ചേർന്ന് മോളിക്യൂൾ മാൻസിനെ തന്നെ വെച്ചിട്ട്, അതായത് ഒരുപാട് മൾട്ടിവേഴ്സിലെ മോളിക്യൂൾ മാൻസിനെ വെച്ചിട്ട് ഒരു വലിയ ബോംബ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ബിയോണ്ടേഴ്സിനെ തന്നെ കൊന്നിട്ടുണ്ടാവും. അങ്ങനെ ആ ബിയോണ്ടേഴ്സിൻ്റെ പവേഴ്സ് അവിടെ ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്നുണ്ടാവും. അങ്ങനെ ഈ മൊത്തം യൂണിവേഴ്സിൻ്റെ ഒരു സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് ആ പവേഴ്സ് ആരെങ്കിലും അബ്സോർബ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ അത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന 2 ക്യാരക്ടേഴ്സാണ് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചും ഡോക്ടർ ഡൂമും. അഫ്കോഴ്സ് ഡോക്ടർ സ്ട്രേഞ്ച് അത് വേണ്ടെന്ന് പറയാണ്. അങ്ങനെ ഡോക്ടർ ഡൂം വന്നു, അത് പുള്ളി അബ്സോർബ് ചെയ്തു, പുള്ളി ഗോഡ് എംപറർ ഡൂമായി മാറി. ആ ടൈമിൽ പുള്ളിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാളെ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, ഡോക്ടർ സ്ട്രേഞ്ച്. അതുകൊണ്ടാണ് പിന്നീട് പുള്ളി ഉണ്ടാക്കിയിട്ടുള്ള ആ സീക്രട്ട് വാർസ്, ആ ഒരു സീക്രട്ട് വാർസിൻ്റെ ബാറ്റിൽ വേൾഡിൽ നമ്മുടെ ഈ ഡോക്ടർ സ്ട്രേഞ്ചിനെ ഡോക്ടർ ഡൂമിനെ തന്നെ റൈറ്റ് ഹാൻഡ് മാൻ ആക്കിയിട്ട് മാറ്റുന്നത്. അതായത് ഡോക്ടർ ഡൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ സ്ട്രേഞ്ച് ആണ് പുള്ളിയുടെ ഒരു ഷെറീഫിനെ പോലെ ആക്കി മാറ്റുന്നത്. പക്ഷേ ഈ ഡോക്ടർ സ്ട്രേഞ്ചിന് എല്ലാ ഓർമ്മകളും ഉണ്ടാവും. അതായത് ഇതിന് മുമ്പ് നടന്നിട്ടുള്ള എല്ലാ ഓർമ്മകളും, ബാറ്റിൽ വേൾഡ് ഡൂം ക്രിയേറ്റ് ചെയ്തിട്ടിനെ കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും ഉണ്ടാവും. മോറോവർ ഈ ഡോക്ടർ സ്ട്രേഞ്ച് ആണ് ഒരു വിധത്തിൽ ഈ ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ ഡൂമിനെ ഹെൽപ്പും കൂടി ചെയ്തിട്ടുള്ളത്. കാരണം ഇതൊക്കെ ഓൾറെഡി എന്തായാലും പല യൂണിവേഴ്സുകൾ ചിന്നിച്ചിതറി കിടക്കാണ്. ഇതൊക്കെ തച്ച് കൂട്ടണമല്ലോ. അത് ടെക്നോളജി മാത്രം വെച്ചിട്ട് പറ്റില്ലല്ലോ, പവേഴ്സും മാത്രം പോരാ, അതിന് സോസറിയും കൂടി വേണം. അതിന് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ഹെൽപ്പും കൂടിയിട്ടാണ് പുള്ളി ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഡോക്ടർ ഡൂമിൻ്റെ അടുത്ത് പോയിട്ട് അങ്ങനെ ഇവരും ചിലപ്പോൾ ടീമപ്പായിട്ട് ചിലപ്പോൾ നമ്മുടെ ഈ ഡോക്ടർ ഡൂം ഓൾറെഡി നമ്മുടെ ഈ അവഞ്ചേഴ്സിനൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും ഡൂംസ്ഡേയിൽ വരാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി ഒരുപാട് റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അതേപോലെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിനെ ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്തായിരിക്കാം. പുള്ളി ഒരു വലിയ സോസറാണ്, അങ്ങനെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ആവേണ്ട ഒരാളല്ല, നോക്കാൻ ഉണ്ടാവുന്നത്. മാത്രമല്ല ഓൾറെഡി ലാറ്റ്വീരിയൻ വിച്ചസ് ആണ് ഡൂം പുള്ളിയുടെ ഒരു ആർമിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഓൾറെഡി അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ആ ലാറ്റ്വീരിയൻ വിച്ചസിൻ്റെ ഒരു ലീഡറും കൂടിയായിട്ടായിരിക്കും ഈ ഒരു ബോൾസ് എന്ന് പറയുന്ന ക്യാരക്ടർ വരാൻ വേണ്ടി പോകുന്നതും.
പിന്നെ ആ മാസ്ക് കണ്ടാൽ തന്നെ ഏകദേശം ഒരു രൂപം കിട്ടും. ഒരു പക്ഷേ അത് ഡോക്ടർ ഡൂം ആയിരിക്കാണ്, അത് ഡോക്ടർ സ്ട്രേഞ്ച് ആയിരിക്കാണ്. കാരണം പുള്ളിയുടെ ആ മാസ്ക് ശ്രദ്ധിച്ചാൽ തന്നെ കാണാൻ വേണ്ടി പറ്റും. രണ്ട് കണ്ണും വായ മാത്രമേ ആയിരിക്കും അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാവുക, പിന്നെ നെറ്റിലൊരു കണ്ണിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവം. കാരണം നമ്മൾ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് തന്നെ കണ്ടിട്ടുള്ളതാണ്, നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിന് ഓൾറെഡി മൂന്നാമതായിട്ടുള്ളൊരു കണ്ണ് ഓപ്പൺ ആയിട്ടുള്ള കാര്യം. അതിന് വേണ്ടിയിട്ട് ഒരു തുള വെച്ചായിരിക്കും അവിടെ. പക്ഷേ എന്നാലും എല്ലാം ഒരു ചാൻസ് മാത്രമാണ്. പക്ഷേ ഇതിന് വേറെയും ഒരു സൈഡുണ്ട്. കാരണം ഇതിൽ ഓൾറെഡി ഈ ക്യാരക്ടറിൻ്റെ ബോറിസ് എന്ന് പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് റിവീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ കോമിക്കിൽ ബോറിസ് കാരോല എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഡോക്ടർ ഡൂമിനുമായിട്ട് ക്ലോസ് ആയിട്ടുള്ള വേറെ തന്നെ ഒരു ക്യാരക്ടറുണ്ട്. അതായത് നമ്മുടെ വിക്ടർ വാണ്ടൂമായിട്ട് വളരെ അടുത്തൊരു ബന്ധവും, അതായത് പുള്ളിനെ അഡ്വൈസ് ഒക്കെ ചെയ്ത് പുള്ളിയുടെ ഒരു മെൻറ്ററിനെ പോലുള്ള ഒരു ക്യാരക്ടറാണിത്. അതായത് വിക്ടർ വാണ്ടൂമിൻ്റെ അച്ഛനും അമ്മയൊക്കെ മരിച്ചതിന് ശേഷം ഈ ബോറിസ് എന്ന് പറയുന്ന ക്യാരക്ടറാണ് പുള്ളിനെ ടേക്ക് ഓവർ ചെയ്ത് വളർത്തിയതും എന്നിട്ട് പുള്ളിക്ക് കുറച്ച് മാജിക്കിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് ഒരു ബേസ് ഇട്ട് കൊടുത്തതൊക്കെ പുള്ളിയാണ്. സോ ചിലപ്പോൾ ഒരു പക്ഷേ പുള്ളിയാവാം. കോമിക്കിൽ തന്നെ ഡോക്ടർ ഡൂം 100% ആയിട്ട് വിശ്വസിക്കുന്ന ഒരു ക്യാരക്ടർ ഈ ബോറിസ് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ചില ടൈമിൽ ഈ ഡോക്ടർ ഡൂമൊക്കെ ഇല്ലാതിരുന്ന ടൈമിൽ മൊത്തം ആ ലാറ്റ്വീരിയൻ തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ ബോറിസ് ആണ്. സോ ആ ഒരു ബോറിസ് എന്നുള്ള ആ പേര് ഈ ഒരു ക്യാരക്ടറിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇനി ആ ഒരു ക്യാരക്ടറിനെ ആവാം, അല്ലെങ്കിൽ അതേപോലെ നമ്മുടെ ഡോക്ടർ ഡൂം 100% വിശ്വസിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ ബോറിസ് എന്ന് പറയുന്ന ആ ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചിലപ്പോൾ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് തന്നെ ആയിരിക്കാം കോമിക്കിലുള്ള പോലെ തന്നെ. ഇനി അതൊരു പക്ഷേ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് അല്ലെങ്കിൽ ശരി, അത് വൺ ഓഫ് ദ അതായത് ഒരു പവർഫുൾ സോസറർ ആവാൻ വേണ്ടി ഒരു 97% ചാൻസ് ഉണ്ട്. കാരണം ആ ലാറ്റ്വീരിയൻ വിച്ചസ് തന്നെ നമ്മുടെ ഡോക്ടർ റൂമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു വിച്ചസ് ആണ്. സോ ആ വിച്ചസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരാൾ എന്തായാലും ഒരു സോസറർ ആയിരിക്കണം. സോ ആ മാജിക് പവേഴ്സ് ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ ആ മാജിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്യാരക്ടറിനെ ആയിരിക്കും അത്. ഓൾറെഡി ലാറ്റ്വീരിയൻ വിച്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള 3 വിച്ചസ്, അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ നമ്മുടെ ബോറിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോസർ സുപ്രീമിനെ പോലുള്ള ഒരു ക്യാരക്ടർ, അവരൊക്കെ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡോക്ടർ ഡൂമിനെ പോലുള്ള വേറൊരു ക്യാരക്ടർ. എന്തിനാണ് ഇത്രയും 4 പവർഫുൾ സോസറസ് ഒക്കെ വരുന്നത്? ആക്ച്വലി അത് ആവശ്യമാണ്. കാരണം ഈ ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവരുടെ ആവശ്യമുണ്ട്. കാരണം സീക്രട്ട് വാർ കോമിക്കിൽ നമ്മൾ കണ്ട പോലെ തന്നെ നമ്മുടെ ആ ബിയോണ്ടോസിൻ്റെ ഒക്കെ പവേഴ്സൊക്കെ അബ്സോർബ് ചെയ്ത് ഇതിൽ ചിലപ്പോൾ ബിയോണ്ടോസ് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ലോക്കിയിലായിരിക്കും. അതിൽ ബിയോണ്ടോസിൻ്റെ പവേഴ്സ് അബ്സോർബ് ചെയ്തിട്ടാണ് നമ്മുടെ ഡോക്ടർ ഡൂം ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ലോക്കീൻ്റെ പവേഴ്സ് അബ്സോർബ് ചെയ്തിട്ടായിരിക്കും ഡോക്ടർ ഡൂം ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ലോക്കി മരിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു 99.9% കൺഫേംഡ് ആയിട്ടുള്ള കാര്യമാണ്. ലോക്കി മിക്കവാറും ഡൂം സ്റ്റൈൽ മരിക്കും. പക്ഷേ എന്ന് വെച്ചിട്ട് പുള്ളി തിരിച്ചു വരും കേട്ടോ സീക്രട്ട് വാർസിൽ. എന്നിട്ട് പുള്ളി വീണ്ടും പുള്ളിയുടെ പവേഴ്സൊക്കെ അബ്സോർബ് ചെയ്തിട്ട് വീണ്ടും ആ ത്രോണിൽ പോയിരിക്കുന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഇത്രയും 4 ക്യാരക്ടേഴ്സ് പവർഫുൾ ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് മൾട്ടിവേഴ്സൽ ലെവലുള്ള മാജിക് വരെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ആ മൊത്തം ഇൻകേഷൻസ് ഒക്കെ നടന്ന് ഈ വേൾഡ് മൊത്തം നശിച്ചു കഴിഞ്ഞാലും അവർക്ക് ആ ബാക്കിയുള്ള പാർട്സുകളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് പുതിയൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ടായിരിക്കണം ഡോക്ടർ ഡൂം എല്ലാത്തിനെയും കൊണ്ടു നടക്കുന്നത്. ഇനി അടുത്ത വേറൊരു ചോദ്യം വരും. അതായത് നമ്മുടെ ഡോക്ടർ ഡൂം എന്തായാലും ഒരു വില്ലനാണ്. ഡോക്ടർ സ്ട്രേഞ്ച് എന്തായാലും ഇങ്ങനെ ഒരു ബാറ്റിൽ വേൾഡ് പോലത്തെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ എന്തിന് നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ അതായത് ഈ പറയുന്ന ക്യാരക്ടർ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ആണെങ്കിൽ എന്തിന് ഡോക്ടർ ഡൂമിൻ്റെ കൂടെ നിൽക്കണം എന്നുള്ള കാര്യം. ആക്ച്വലി ആ ട്രെയിലറിൽ, അതായത് ഇപ്പോൾ ലീക്കായിട്ടുണ്ടായിരുന്ന ഒരു ട്രെയിലർ ഉണ്ടായിരുന്ന അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ, ആ ഡൂംസ്ഡേയുടെ ട്രെയിലറിൽ തന്നെ നമ്മുടെ സൂസൻ സ്റ്റോം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ആ വില്ലനായിട്ട് വരുന്നത് നമ്മുടെ ഡോക്ടർ ഡൂം തന്നെ ഒരു കറക്റ്റായിട്ടുള്ള പെർപ്പസോട് കൂടിയിട്ടാണ് വരുന്നത്. അതായത് നമ്മുടെ താനോസൊക്കെ വന്നിട്ടുള്ള പോലെ പുള്ളിക്കൊരു കറക്റ്റായിട്ടുള്ള റീസൺ ഉണ്ട്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട്, അതായത് നമ്മുടെ സ്റ്റീവ് റോജേഴ്സ് കാരണമാണ് പുള്ളിയുടെ ഫാമിലി നശിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് റൂമേഴ്സ് ഉള്ളത്. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിട്ട് നമ്മുടെ ഡൂം ചിലപ്പോൾ ഒരു വില്ലനായിട്ടുള്ള ഒരാളെ ആയിരിക്കില്ല. പക്ഷേ പുള്ളിയുടെ സിറ്റുവേഷൻ കാരണം പുള്ളി ചിലപ്പോൾ ഒരു വില്ലനായിട്ട് മാറിയിട്ടുള്ളതായിരിക്കാം, പുള്ളിയുടെ എല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇവൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്, ഇവൻ പറയുന്നതൊക്കെ ശരിയാണെന്നൊക്കെ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടായിരിക്കാം നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ചിലപ്പോൾ ഡോക്ടർ ഡൂമിൻ്റെ കൂടെ നിൽക്കുന്നത്. അതുമാത്രമല്ല ആ ലാറ്റ്വീരിയൻ വിച്ചസിൽ തന്നെ ബാക്കിയുള്ള 2 ലാറ്റ്വീരിയൻ വിച്ചസിനെക്കാളും കുറച്ചും കൂടി ഒരു ഹയറാർക്കി ഉള്ളത് ആ ഗ്രീൻ വിച്ചിനാണെന്ന് തോന്നുന്നു. മിക്കവാറും ആ ഗ്രീൻ വിച്ച് നമ്മുടെ ഡോക്ടർ ഡൂമായിട്ട് ഒരുപാട് ക്ലോസ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരിക്കണം. പിന്നെ ഒരുപാട് റൂമേഴ്സൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ സ്റ്റീവ് റോജേഴ്സിൻ്റെ ആ വൈഫിൻ്റെ ക്യാരക്ടറില്ലേ, പുള്ളിക്കാരത്തി ഇതിൽ വൺ ഓഫ് ദ ലാറ്റ്വീരിയൻ വിച്ചസ് ആയിട്ട് വരുന്നുണ്ടെന്നൊക്കെ, അതൊക്കെ തള്ളായിരിക്കും. അങ്ങനെ ഒരു റൂമറുണ്ട്, ഞാനത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഈ ഗ്രീൻ വിച്ച് പവർഫുൾ ആണെന്ന് പറയാൻ വേണ്ടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി 2 പേർക്കും ഒരു സാധാ ഒരു ഷൂട്ട് പോലെ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇവർക്ക് ഒരു പട്ടയും ഒരു 3-4 മാലയും അങ്ങനെയൊക്കെ കൊടുത്ത് കുറച്ച് എക്സ്ട്രാ സാധനങ്ങളുള്ള പോലെ ഉണ്ട്. ചിലപ്പോൾ മിക്കവാറും ഇവർ 2 പേരും കൺട്രോൾ ചെയ്യുന്ന ഒരു ഹയറാർക്കി പുള്ളിക്കാരത്തിയായിരിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ അവഞ്ചേഴ്സ് എന്തായാലും എണ്ണ വരയ്ക്കാൻ വേണ്ടി പോവാണ്. ബാക്കി എന്താണെന്നൊക്കെ നമുക്ക് പടം കണ്ട് തന്നെ അറിയാം. സോ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. ആരും പേടിക്കേണ്ട, DC vs Vampires വരുന്നതായിരിക്കും.